നമസ്കാരം. സുധീഷ് ചെമ്പകശ്ശേരിയാണ് കേട്ടോ. ഞാൻ ഇപ്പം ഒരു വീഡിയോ ചെയ്തതെന്താ വെച്ചാൽ, കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഭയങ്കര ചർച്ചാ വിഷയങ്ങളാണ് സ്ത്രീകൾക്ക് KSRTC ബസ്സിലുള്ള സൗജന്യ യാത്ര അല്ലേ. ഇപ്പം ഇന്ന് 9 മണിക്ക് അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ അത് ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷം. പക്ഷേ ഇതിലൊരു ചതിയില്ലേ? കാരണം അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, പാലക്കാടൊക്കെ KSRTC ബസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ട് രമേശ് പിഷാരടിയും അതുപോലെ ഒരുപാട് നേതാക്കന്മാർ UDFൻ്റെ നിങ്ങൾക്ക് എല്ലാ KSRTC ബസ്സിലും സൗജന്യ യാത്ര, പിന്നെ നിങ്ങൾക്ക് ബാംഗ്ലൂർ പോയി ഇറങ്ങാം, നിങ്ങൾക്ക് മറ്റേ കർണാടക പോയി ഇറങ്ങാം, അവിടെ പോയി ഇറങ്ങാം, ഇവിടെ പോയി ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവർത്തനങ്ങൾ നടത്തി നമ്മൾ കണ്ടതാണ്. നമുക്ക് സാമ്പത്തികമായിട്ട് അന്ന് നമുക്കൊക്കെ ഓരോ ആളുകൾക്ക് എന്നെ പോലെ നിങ്ങൾക്കും അറിയാം. എൻ്റെ രാഷ്ട്രീയമൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ നമുക്ക് മാറ്റിയേക്കാം. നമുക്കറിയാം ഇതൊരിക്കലും നടപ്പിലാക്കാൻ കഴിയില്ല. കാരണം കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങൾ കുറേ നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് അങ്ങനെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര എന്നുള്ളത് നടപ്പിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഗവൺമെൻറ് ഒന്ന് ഉരുണ്ടിട്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് തടി തപ്പണം. അപ്പോൾ ആ തടി തപ്പാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ ഈ കാണിച്ചു കൂട്ടിയ പരിപാടി. കുറച്ച് ബസ്സുകളിൽ സൗജന്യ യാത്ര, മറ്റേ പ്രിയദർശിനി സ്റ്റിക്കർ ഒട്ടിച്ച ബസ്സുകളിൽ സൗജന്യ യാത്ര, എന്നിട്ട് ഞങ്ങൾ സൗജന്യ യാത്ര കൊടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഉദ്ഘാടനം. എന്തിനാണ് ഇനിയും ജനങ്ങൾ എത്ര കാലം ഇങ്ങനെ പൊട്ടന്മാരാവണം? ആലോചിച്ച് നോക്ക്. ഇത് ഞാൻ പറയണത് വല്ല തെറ്റുണ്ടെങ്കിൽ പറ. കാരണം നിങ്ങളെ പഴയ വീഡിയോകൾ വരെ എടുത്തു നോക്കി അറിയാം. KSRTC ബസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സംസാരിക്കുന്ന കുറേ വീഡിയോകൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അതിലൊക്കെ പറയണത് എങ്ങനെയാണ്, നിങ്ങൾക്ക് എല്ലാ ബസ്സിലും ഇനി മുതൽ സൗജന്യം, നിങ്ങൾക്ക് സൗജന്യ യാത്ര വേണ്ടേ എന്നൊക്കെ സ്ത്രീകളോട് പോയിട്ട് ചോദിക്കണു. ഇതൊക്കെ എത്ര പെട്ടെന്നാണ് ഇവർ വിഴുങ്ങിയത് അല്ലേ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു വല്ലായ്മ തോന്നി. കാരണം ഇത് ഒരിക്കലും കുറേ ഭൂരിഭാഗം ഒരു 80% സ്ത്രീകൾക്ക് ഇത് ഉപകാരപ്പെടില്ല എന്നുള്ളതാണ് സത്യം. കാരണം 1-2 ബസ് ടൗണിൽ ഇതേപോലെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ KSRTC ഇല്ലാത്ത സ്ഥലങ്ങൾ തന്നെ കുറേ ഉണ്ട് കേട്ടോ. അവിടെ ഇപ്പോൾ കൂടി വന്ന ഒരു ബസ്സൊക്കെ ഓടിക്കാൻ കഴിയായിരിക്കാം. അതിൽ തന്നെ കണ്ട സ്ത്രീകൾക്ക് മുഴുവൻ സൗജന്യ യാത്ര കൊടുക്കാൻ കഴിയുമോ? അപ്പോൾ ഒരു നിയമം നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഒരു നിയമമായിരിക്കണം. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്തത് നല്ല കാര്യം തന്നെയാണ്. ഞാൻ പറയട്ടെ, ഈ കുട്ടികളുണ്ട്, പഠിക്കാൻ പോകുന്ന കുട്ടികൾ, അവർക്ക് ഈ സൗജന്യമായിട്ട് യാത്ര ചെയ്യാനുള്ള അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിന് അത് വളരെയധികം ഗുണം ചെയ്യായിരുന്നു. ഇതിപ്പോൾ പ്രൈവറ്റ് ബസ് പോണ കണ്ടാലും സ്ത്രീകളൊക്കെ കാത്തിരിക്കുകയാണ് KSRTC ബസ് വരുന്നതും കാത്തിട്ട്. ഇപ്പം നമ്മൾ കുറേ വീഡിയോകളും ഇതൊക്കെ കണ്ടു. അപ്പോൾ എന്തായാലും ഇത് ജനങ്ങളോട് ചെയ്ത ഒരു ചതിയാണ്. അല്ലാതെ ഇത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പറഞ്ഞിട്ട് ഗവൺമെൻറ് തടി തപ്പാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടിയാണെന്ന് 100% ഉറപ്പാണ്. അപ്പോൾ ഇത് ശരിക്കും ആദ്യത്തെ നമ്മുടെ പൂക്കി മുഖ്യമന്ത്രിയുടെ തനി പറ്റിക്കലാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ ആരെങ്കിലും ഈ വീഡിയോയുടെ ചോട്ടിൽ വന്നിട്ട് വേണ്ടി കമൻറ്റുകളൊക്കെ ഇടാം. എന്തായാലും ഇത് കണ്ടപ്പോൾ പ്രതികരിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് തന്നെയാണ് പ്രതികരിച്ചത്. കാരണം ഇത് ശരിക്ക് പച്ചയായിട്ട് ജനങ്ങളെ നേരിട്ട് പറ്റിക്കുക. കാരണം പറഞ്ഞത് മുഴുവൻ വിഴുങ്ങിയിട്ട് നിങ്ങൾ എടുത്തു നോക്കൂ, പഴയ വീഡിയോകളൊക്കെ എടുത്തു നോക്കുക. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൽ പറയണത് എല്ലാ KSRTC ബസ്സിലും നിങ്ങൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാമെന്നാണ്. അല്ലാതെ ഓർഡിനറി കുറച്ചെണ്ണത്തിൽ ചെയ്യാം. എന്നിട്ട് ഇന്ന് രാവിലേക്ക് ടൗൺ ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ബസ്സുകളിലും സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചേക്കണേ, സകല ബസ്സുകളിലും. ഇന്നിപ്പോൾ അവിടെ സ്ത്രീകൾ അതിൻ്റെ പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ജനങ്ങൾ തിരിച്ചറിയണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഈ തരത്തിലുള്ള പറ്റിക്കലുകൾ നമ്മൾ കേൾക്കാനും കാണാനും തുടങ്ങിയിട്ട് കാലം കുറയില്ലേ. അപ്പോൾ ഈ പറ്റിക്കൽ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം എൻ്റെ നാട്ടിലും എത്ര KSRTC ബസ് ഓടുന്നുണ്ടെന്ന് എനിക്കറിയാം. എത്ര സ്ത്രീകൾക്ക് ഇത് ഗുണം ചെയ്യുന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു നിയമം നടപ്പിലാക്കാൻ കഴിയില്ലെങ്കിൽ വോട്ട് പിടിച്ച് അധികാരത്തിൽ കയറാൻ വേണ്ടിയിട്ട് എന്ത് നുണയും പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് അധികാരത്തിൽ കയറി UDF സർക്കാരിന് ഇതിന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ഇത് രാഷ്ട്രീയ കാര്യങ്ങളല്ല, ഇതിൽ കൃത്യമായിട്ട് നിങ്ങൾ പഴയ വീഡിയോകൾ എടുത്തു നോക്കി അവർ പറഞ്ഞത് എന്താണെന്നും ഇപ്പം നടപ്പിലാക്കിയത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. എന്തായാലും സൗജന്യയാത്ര കിട്ടുന്നവർക്ക് കിട്ടട്ടെ, അതിലൊന്നും നമുക്ക് യാതൊരു ആക്ഷേപങ്ങളോ തർക്കങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊരു ചതിയെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം കേട്ടോ.